പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെക്കുറിച്ച് പറയുന്നു. എന്നാൽ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ അവശേഷിപ്പിച്ചതിനെ ഉത്തേജിപ്പിക്കുക. മത്സ്യങ്ങളിൽ ജീവനുണ്ട്, മൃഗങ്ങളിൽ ജീവനുണ്ട്, മരങ്ങളിൽ ജീവനുണ്ട്, മണ്ണിൽ ജീവനുണ്ട്, മനുഷ്യരിൽ ജീവനുണ്ട്. എന്നാൽ മൃഗങ്ങളിലെ ജീവനും മനുഷ്യരിലെ ജീവനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൃഗങ്ങളിലെ ജീവനല്ല മനുഷ്യരിലെ ജീവൻ. മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവിക ജീവൻ. എന്നാൽ ഈ ദൈവിക ജീവൻ മനുഷ്യരിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മൃഗങ്ങളുടെ ജീവനും മത്സ്യങ്ങളുടെ ജീവനുമായിട്ട് മനുഷ്യൻ മാറിപ്പോകുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെക്കുറിച്ച് പറയുന്നു. എന്നാൽ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ അവശേഷിപ്പിച്ചതിനെ ഉത്തേജിപ്പിക്കുക. ഈ സമയം നമുക്ക് വിചിന്തനം ചെയ്യാം, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗങ്ങളുടെ ജീവനാണോ അതോ മനുഷ്യരുടെ ജീവനാണോ? മനുഷ്യരുടെ ജീവൻ ദൈവിക ജീവനാണ്. മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവിക ജീവൻ അവൾ നഷ്ടപ്പെട്ടു പോകുന്നു. മൃഗങ്ങളുടെ ജീവനായിട്ട് അവൻ മാറുക. ഇന്ന് പല വ്യക്തികളും ജീവിക്കുന്നുണ്ട്, പക്ഷേ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യനാ. അതുകൊണ്ട് ജീവിക്കുന്ന ശവങ്ങളായി പല വ്യക്തികളും ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയം നമ്മളൊന്ന് കേട്ടോ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചെടുക്കണം. അതിനുള്ള അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖായിൽ ഗോർബേച്ചേവ് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹം കുഞ്ഞായിരുന്ന സമയത്ത് റഷ്യയിൽ കമ്മ്യൂണിസം കൊടികുത്തി വാഴുന്ന സമയം. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നിരീശ്വരവാദിയായിരിക്കുന്ന വ്യക്തി, അതുപോലെ തന്നെ അമ്മ നല്ല ദൈവവിശ്വാസിയായിരിക്കുന്ന അമ്മ. എന്നാൽ ഈ കുഞ്ഞുനാളിലെ അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ, സാമൂഹ്യ പശ്ചാത്തലം ഒരിക്കലും ഒരു വിശ്വാസത്തിൽ വളരാൻ സാധിക്കാത്ത അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ദൈവവിശ്വാസിയായ അമ്മ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഈ കുഞ്ഞ് 7-8 വയസ്സ് പ്രായമായപ്പോൾ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനുശേഷം അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഒരു വൈദികൻ്റെ അടുത്ത് പോയി അമ്മ എന്തോ പറഞ്ഞു. ഈ വൈദികനുണ്ടല്ലോ ഈ കൊച്ചിൻ്റെ എന്തൊക്കെയോ തൈലം കൊണ്ട് പൂശുന്നുണ്ട്, ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ കാര്യമെന്നൊന്നും ഈ കുഞ്ഞിന് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, ആ അച്ഛൻ എന്താ ചെയ്തത്? ഈ റഷ്യൻ പ്രസിഡന്റായ മിഖായിൽ ഗോർബേച്ചേവ് തൻ്റെ ആത്മകഥയിൽ പറയുക, അമ്മ എന്നോട് പറഞ്ഞു, ഇതാരോടും പറയേണ്ട, നീ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന മാമോദീസായും സ്ഥൈലേപനവുമാണ്. നിന്റെ അപ്പനോട് പോലും നീ പറയേണ്ട, ഉണരേണ്ട സമയത്ത് ഇത് ഉണർന്നോളും. റഷ്യൻ പ്രസിഡന്റായിരുന്ന മിഖായിൽ ഗോർബേച്ചേവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മുമ്പിൽ തൻ്റെ വിശ്വാസം ഏറ്റുപറയുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് തൻ്റെ കുഞ്ഞുനാളിൽ താൻ സ്വീകരിച്ച മാമോദീസായും സ്ഥൈലേപനവുമാണ്. അദ്ദേഹത്തിന് ബോധ്യമുണ്ട്, ഇന്നും പ്രിയപ്പെട്ടവരെ, മാമോദീസായാലും സ്ഥൈലേപനത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാ നാം ഓരോരുത്തരും. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മിൽ ജ്വലിക്കണം. എന്താ പരിശുദ്ധാത്മാവ് അഭിഷേകം എന്ന് പറയുമ്പോൾ? ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക പരിശുദ്ധാത്മാവ് ഒന്നും ലഭിക്കുന്നില്ല, മറിച്ച് മാമോദീസായിൽ സ്വീകരിച്ച പരിശുദ്ധാത്മാവ്, സ്ഥൈലേപനത്തിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് വീണ്ടും ഉജ്ജ്വലിക്കുകയാണ് ഓരോ ധ്യാനത്തിലും അഭിഷേക പ്രാർത്ഥനയിലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവിന് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ, വിശുദ്ധ അൽഫോൻസമ്മയ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ, വിശുദ്ധ എവുപ്രാസ്യമയ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ, വിശുദ്ധ മദർ തെരേസായ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ നമുക്കും ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നില്ല? വെറും ജീവിക്കുന്ന ശവങ്ങളായി ജീവനുണ്ട് എന്ന് നീ പറയുന്നു, എന്നാൽ നീ മൃതനാണ്. ജീവിക്കുന്ന ശവങ്ങളായിട്ട് പല വ്യക്തികളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഒന്നാമത്തെ അനുഗ്രഹമാണ് രക്ഷയിലേക്ക് നയിക്കും എന്നുള്ളത്. കഴുകന്റെ പ്രത്യേകത എന്താ? കഴുകൻ ഉയർന്നു പറക്കേണ്ട ജീവിയാണ്. എന്നാൽ ശവം കൊത്തി തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കഴുകനെ സംബന്ധിച്ചിടത്തോളം ശവത്തിന്റെ രുചിയില് അതിങ്ങനെ ആസ്വദിച്ചിരിക്കും. പിന്നീട് അത് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. പിടിക്കപ്പെടുന്നവരെ ഈ ശവം കൊത്തി തിന്നുകൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ അതിന് കൂർത്ത നഖങ്ങളുള്ള കാലുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഉയർന്നു പറക്കുന്നതിന് വേണ്ടിയിട്ടാ. എന്നാൽ ഈ കൂർത്ത നഖങ്ങൾ ശവത്തിന്റെ അകത്തേക്ക് കുത്തിയിറക്കി പിന്നീട് ഈ കഴുകന് അതിൽ നിന്നൊരു മോചനം കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥ. പല വ്യക്തികളുടെയും പ്രത്യേകത ഇത് തന്നെയാണ്. ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഈ ശവം കൊത്തി തിന്നാൻ തുടങ്ങിയിരിക്കുക. പിടിക്കപ്പെടുന്നവരെ അതിൻ്റെ രുചി അനുഭവിച്ചുകൊണ്ടിരിക്കും. ക്യാൻസർ വരുന്നവരെ അല്ലെങ്കിൽ ലിവർ സിറോസിസ് വരുന്നവരെ കുടിച്ചുകൊണ്ടിരിക്കും, മദ്യപിച്ചുകൊണ്ടിരിക്കും. പിടിക്കപ്പെടുന്നവരെ അതിൻ്റെ രുചി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ. രോഗം വരുന്നവരെ അത് തുടരുന്ന അവസ്ഥ. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് എനിക്ക് അതിൽ മോചനം കിട്ടുന്നില്ല? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. എന്നെ സഹായിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവ് എൻ്റെ അടുക്കിലേക്ക് വരും. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊന്ന് തിരിച്ചറിയണം. ഞാൻ എത്രയോ കാലമായി ഈ പാപത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കണം, ഈ ജഡത്തിന്റെ പ്രലോഭനത്തിനും വിടുതൽ ലഭിക്കണം. എനിക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാ എന്നെ ഇത് വലയം ചെയ്യുന്ന? ഈ കഴുകന്റെ അവസ്ഥ പോലെയാ. അതുകൊണ്ട് തന്നെ ഉയർന്നു പറക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് ദൈവത്തിന് വേണ്ടി കൃപയോടുകൂടി ജീവിക്കേണ്ട വ്യക്തി. എന്തിനു വേണ്ടിയിട്ടാ ദൈവം എനിക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്? അനേകം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാ. എന്നാൽ ഈ ശരീരം ഒരുപാട് ആത്മാക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതെങ്കിലും വ്യക്തികൾ ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നയിക്കും. ഈ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോഴാണ് പാപത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുക, പാപത്തോട് നോ പറയാൻ സാധിക്കുക. അതുപോലെ തന്നെ പാപത്തിന്റെ നശീകരണങ്ങളുണ്ട്. എന്നെ പാപം നശിപ്പിക്കുകയാണെങ്കിൽ ആ നശിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിടുതൽ ലഭിക്കുക. അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് രക്ഷയിലേക്ക് നയിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ ദാഹത്തോടുകൂടെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ രക്ഷ നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ, ഉയർന്നു പറക്കാൻ സാധിക്കുകയുള്ളൂ, അഭിഷേകത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അനുഗ്രഹമാണ് സംതൃപ്തി നിറഞ്ഞ ജീവിതം. 107 സങ്കീർത്തനം 9 തിരുവചനം. അവിടുന്ന് ദാഹാർത്തരെ സംതൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയണം, ലോകം മുഴുവൻ നെട്ടോട്ടോടിക്കൊണ്ടിരിക്കുക. വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതം ഒന്ന് നോക്കിയേ. 4 കായുടെ ജീവിതമായിരുന്നു. കുടി, കളി, കളവ്, കന്യാഭംഗം. ഇവയെല്ലാം തൻ്റെ ജീവിതത്തിൽ ആവോളം ആസ്വദിച്ച മനുഷ്യനാണ്. എന്നാൽ ഇതിലൊന്നും അഗസ്തീനോസ് സംതൃപ്തി കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് അഗസ്തീനോസ് പറയുന്നത്, എൻ്റെ ഹൃദയം അങ്ങേക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അങ്ങിൽ എത്തിച്ചേരുന്നവരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ദൈവത്തിൽ എത്തിച്ചേരാതെ ഒരാൾക്ക് തൃപ്തി ലഭിക്കുകയില്ല. ഇന്ന് ഈ ലോകത്തിൽ കാണാൻ സാധിക്കും എന്തിനൊക്കെ വേണ്ടിയുള്ള നെട്ടോട്ട. സമ്പത്തിന് പിന്നാലെ, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ, പ്ലഷർ സുഖങ്ങളുടെ പിന്നാലെ എല്ലാം ഓടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൈമിഷികമായ സുഖങ്ങളും സംതൃപ്തിയും മാത്രമേ തരുന്നുള്ളൂ.
ലോകത്തിൽ എത്രയോ പ്രശസ്തരായ വ്യക്തികൾ അവരുടെ ജീവിതം അതിദാരുണമായ രീതിയിൽ അവസാനിച്ചിട്ടുണ്ട്. നൊബേൽ പ്രൈസ് വിന്നറായ വ്യക്തികളെ പോലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? തൃപ്തിയില്ലാത്ത ജീവിതം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തൃപ്തി നിറഞ്ഞ, സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്ന ആത്മീയ പിതാക്കന്മാര്. 3 വാക്കുകൾ ഓർത്തോ. എല്ലാ ആഗ്രഹങ്ങളുമുണ്ട്. ഈ ആഗ്രഹങ്ങൾ മുഴുവൻ എങ്ങോട്ടാ? നമ്മെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അത്യാഗ്രഹങ്ങളിലേക്ക് നയിക്കും. ആ അത്യാഗ്രഹങ്ങൾ അടിമത്തത്തിലേക്ക് നയിക്കും. ഒരു വ്യക്തിക്ക് പാപം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടായി, ജഡത്തിന്റെ ഒരു പ്രലോഭനം ഉണ്ടായി. ആ ആഗ്രഹത്തില് ഒരു വ്യക്തി വീണുപോയി എന്ന് വിചാരിക്കുക. പിന്നീട് ആ വ്യക്തിക്ക് അതിൽ നിന്ന് തിരിച്ചു പോരാൻ സാധിക്കില്ല. അത് അത്യാഗ്രഹത്തിലേക്ക് നയിക്കുക. അത്യാഗ്രഹത്തിലേക്ക് പോയി കഴിഞ്ഞ 3ാമത്തെ അവസ്ഥ പറഞ്ഞു തരികയാണ്, അടിമത്തത്തിലേക്ക് ആ വ്യക്തിയെ നയിക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അടിമത്തങ്ങൾ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ, ജഡത്തിന്റെ വ്യാപാരങ്ങൾ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ, ഇതിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് ആവശ്യമില്ലേ? വചനം പറയുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം തിരുവചനം. ഏലിയ ജനത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിച്ചു, എത്ര നാൾ നിങ്ങൾ 2 വഞ്ചിയിൽ കാലുവെക്കും? കർത്താവാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ കർത്താവിനെ അനുഗമിക്കുവിൻ. ബാലാണ് നിങ്ങളുടെ ദൈവമെങ്കിൽ നിങ്ങൾ ബാലിനെ അനുഗമിക്കുവിൻ. ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞു, കുറച്ച് കർത്താവ്, കുറച്ച് ബാല്, ഇങ്ങനെ 50-50 ആയിട്ട് പോകാമെന്ന് ആരും വിചാരിക്കണ്ട. ഒന്നുകിൽ ബാല് അല്ലെങ്കിൽ കർത്താവ്. നിന്റെ ഹൃദയത്തിൽ ബാല് കയറിക്കഴിഞ്ഞ എന്താ പ്രശ്നം? കർത്താവ് പുറത്തായി. കർത്താവിന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റില്ല. ഈ ബാലിനെ പുറത്താക്കിയെങ്കിൽ മാത്രമാണ് നിന്റെ ഉള്ളിലേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഏലിയ ജനത്തെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര കാലം 2 വഞ്ചിയിൽ കാല് വെക്കും? ഇന്ന് ലോകത്തിന്റെ പിന്നാലെ പോകുന്ന മക്കളെ, തൃപ്തിയില്ലാതെ ജീവിക്കുന്ന മക്കളെ, എത്ര കിട്ടിയാലും മതി വരാത്ത അവസ്ഥ. ഈ ലോകത്തിലെ ഒന്നും നമുക്ക് നിത്യമായ സമാധാനം, നിത്യമായ സന്തോഷം, നിത്യമായ തൃപ്തി തരികയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ ഈ തൃപ്തി നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ സാധിക്കുകയുള്ളൂ. സമറിയക്കാരി സ്ത്രീയുടെ ജീവിതം ഒന്ന് നോക്കിയേ. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷേ ഒരു തൃപ്തിയില്ലാത്ത ജീവിതം. എന്നാൽ യേശുവിനെ അവൾ കണ്ടുമുട്ടി. ജീവജലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൾ സ്വീകരിച്ചു. പിന്നീട് കാണാൻ സാധിക്കും, അവള് പഴയ ജീവിതത്തിലേക്ക് പോവുകയല്ല, സമറിയ ദേശത്തെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുക. ഇതുപോലെ തന്നെ അനേകം മക്കള് അടിമത്തത്തിലായിരുന്ന, എത്ര ശ്രമിച്ചാലും ആ പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കാത്ത അവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, നമുക്ക് തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് സേവനം ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ തരും. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളൊക്കെ ആ കാലഘട്ടത്തിലായിക്കൊള്ളട്ടെ, ഈ കാലഘട്ടത്തിലായിക്കോട്ടെ, പിന്നീട് അവരുടെ ജീവിതത്തിൽ ഓട്ടത്തോടെ ഓട്ട, എവിടെയും തങ്ങുന്നില്ല. പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ പൗലോസ്ലീഹ പിന്നീട് എവിടെ നിൽക്കുന്നില്ല, ഓട്ടത്തോടെ ഓട്ട. പുതിയ നിയമത്തിൽ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞവള പരിശുദ്ധാമ്മ. ഈ അമ്മയുടെ ജീവിതം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ആ നിമിഷം മുതൽ പിന്നീട് അവള് സേവനം ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാനുള്ള നെട്ടോട്ടായിരുന്നു. എലിസബത്തിന്റെ ഭവനത്തിലേക്ക് അവളിതാ ഓടുന്നു. കാനായിലെ ഭവനത്തിൽ അവളിതാ നിറഞ്ഞു നിൽക്കുന്നു. വീണ്ടും സഭയെ ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി അവിടെ ഇറങ്ങി വരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഈ അമ്മ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പിന്നീട് ഓട്ടത്തോടെ ഓട്ട, സേവനം ചെയ്യാൻ, ശുശ്രൂഷ ചെയ്യാനുള്ള ഒരോട്ട.
മദർ തെരേസയുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. ഈ ആത്മാവിന്റെ അഭിഷേകമാ മദർ തെരേസയെ ലോകം മുഴുവൻ സഞ്ചരിച്ച് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാക്കി മാറ്റിയത്. പാവപ്പെട്ട വ്യക്തികളെ കാണുമ്പോൾ, അനാഥരെ കാണുമ്പോൾ, അതുപോലെ തന്നെ ആരാരും ഇല്ലാത്ത മനുഷ്യരെ കാണുമ്പോൾ അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ മദർ തെരേസയ്ക്ക് സാധിച്ചത്. മദർ തെരേസ ഇറങ്ങുമ്പോഴുണ്ടല്ലോ, കൽക്കട്ടയിലെ ബിഷപ്പിന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ആശ്രമത്തിന്റെ ആവൃത്തിക്കുള്ളിൽ ഇരിക്കാനല്ല, കന്യാലയത്തിന്റെ കൽമതിലുകൾക്കുള്ളിൽ ഇരിക്കാനല്ല, എനിക്ക് ഇറങ്ങി തിരിക്കണം പാവപ്പെട്ട മനുഷ്യരിലേക്ക്, അനാഥരായ വ്യക്തികളിലേക്ക്. ആ സമയത്ത് കൽക്കട്ടയിലെ ബിഷപ്പ് മദർ തെരേസയോട് ചോദിക്കുക, മോളെ നീ കൊച്ചാ, നിനക്കാനുള്ള പ്രായവും പക്വതയൊന്നും ആയിട്ടില്ല, നീ മറ്റൊരു രാജ്യത്ത് ജനിച്ചവളാ, നിനക്ക് എന്ത് കൽക്കട്ട തെരുവിനെ കുറിച്ച് അറിയാം? ഗുണ്ടകളുള്ള സ്ഥല, വ്യഭിചാരികളുടെ സ്ഥല, ഇവിടെ പോയി മോളെ നീ എവിടെ പോയി താമസിക്കാനാ? ഈ സമയത്ത് മെത്രാനോട് മദർ തെരേസ പറയുന്നുണ്ട്, ദൈവം എന്നെ നോക്കിക്കോളും, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവം എവിടെയെങ്കിലുമൊക്കെ എനിക്ക് സ്ഥലം തന്നോളും. മെത്രാന്റെ കയ്യിൽ 5 രൂപയുണ്ട്. തൻ്റെ പോക്കറ്റിൽ നിന്ന് 5 രൂപ എടുത്ത് മദർ തെരേസയുടെ കയ്യിൽ കൊടുത്തു. അന്ന് തുടങ്ങിയതാ, 5 രൂപയിൽ നിന്ന് ആരംഭിച്ചതാ ഇന്ന് ലോകം മുഴുവൻ കാണുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റീസ്. അതോടൊപ്പം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളും. ഇന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ അവരൊക്കെ ശുശ്രൂഷ ജീവിതത്തിൽ ശക്തരാ. ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, മന്ദത ബാധിച്ചിരിക്കുന്ന അവസ്ഥ, ഒരു അടിമത്തത്തിന്റെ മനോഭാവം, അലസത ബാധിച്ചിരിക്കുന്ന അവസ്ഥ. ഇന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണം, എന്നെ ബലപ്പെടുത്തണം, എന്നെ ധൈര്യപ്പെടുത്തണം, എനിക്ക് ഒരു തൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കണം, ഒരു ശുശ്രൂഷ ജീവിതം നയിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ, യേശുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പിന്നെ കർത്താവിന് വേണ്ടിയുള്ള ഒരു ഓട്ടമല്ലേ. ഇതുവരെ പേടിത്തൊണ്ടന്മാരായിരുന്നു, ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ ശിഷ്യന്മാരൊക്കെ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുക. അവര് പറയുന്നുണ്ട്, അവന്റെ നാമത്തെ പ്രതി അപമാനങ്ങൾ സഹിക്കാൻ ഭാഗ്യം ലഭിച്ച് ഞങ്ങൾ സന്തോഷിക്കുന്നു. പൗലോസിനെയൊക്കെ കാരാഗ്രഹത്തിലാക്കിയിട്ടുണ്ട്. ഈ കാരാഗ്രഹത്തിലായിരുന്ന സമയത്ത് പൗലോസ്ലീഹ ലേഖനങ്ങളിലൂടെ സഭയെ ശക്തിപ്പെടുത്തിയത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസ്ലീഹ കർത്താവിനെ പ്രസംഗിച്ചതിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ജനങ്ങൾ പൗലോസിനെ കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പോ പൗലോസ് മരിച്ചുപോയി എന്നാ വിചാരിച്ച്. ചത്തുപോയ പൗലോസിനെ അവര് പട്ടണത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുക. ചത്തുപോയ ആ പൗലോസിനെ എങ്ങനെയായിരിക്കും പൗലോസിനെ അവർ വലിച്ചോണ്ട് പോയി കാണുക? പൗലോസിന്റെ കാലെ പിടിച്ച് ഒരു പട്ടിയെ വലിച്ചോണ്ട് പോകുന്ന പോലെ അവർ വലിച്ചോണ്ട് പോയേ. എന്നാൽ പൗലോസ്ലീഹ പട്ടണത്തിന് പുറത്തൊക്കെ വന്നു. കൂടെയുള്ള ശിഷ്യന്മാര് മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോ പൗലോസിന് ബോധമൊക്കെ വന്നു, മരിച്ചിട്ടില്ല. ഈ സമയത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇനി എന്നെ കൊണ്ട് ഈ പരിപാടി ഒന്നും പറ്റില്ല, അവന്റെ നാമം പ്രസംഗിച്ചേനാ എനിക്ക് ഈ അപമാനങ്ങളും കല്ലേറുകളും ഈ കുത്തുകളും ഇതേപോലെ എനിക്ക് അനുഭവിക്കേണ്ട വന്നേ. അങ്ങനെ പറഞ്ഞു പോകുകയല്ല പൗലോസ്, മറിച്ച് പൗലോസ്ലീഹയുടെ ജീവിതത്തെ കാണാൻ സാധിക്കും. തീഷ്ണതയോടുകൂടെ വീണ്ടും ആ പട്ടണത്തിൽ വന്ന് കർത്താവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുക. പൗലോസ്ലീഹായ്ക്ക് ഈ സഹനങ്ങളുടെ മധ്യേ, ക്ലേശങ്ങളുടെ മധ്യേ, കുരിശുകളുടെ മധ്യേ, കല്ലേറുകളുടെ മധ്യേ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ടാ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയുടെ പ്രത്യേകത ശുശ്രൂഷ ചെയ്യുവാൻ, സേവനം ചെയ്യുവാനുള്ള മനോഭാവം. ഇന്നും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന വ്യക്തികളായി മാറണം. ചാവറ പിതാവിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ്, അൽഫോൻസമയിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നിലും നിറഞ്ഞിരിക്കുന്ന. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, മൊബൈൽ ഫോണില് നമ്മൾ ചാർജ് ചെയ്യണം. ഈ ചാർജ് കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ലോ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ചാർജ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ബാറ്ററി ഡെഡായി, മൊബൈൽ ഫോൺ ഡെഡായി എന്ന് നമ്മൾ പറയും. ഇതുപോലെ തന്നെയാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. ഈ പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷവും നമുക്ക് പ്രജ്വലിപ്പിക്കണം. അതല്ലേ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനെ ഇങ്ങനെ ഉപദേശിച്ചത്? എന്റെ കൈവെപ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവീക വരം നിന്നിൽ പ്രജ്വലിക്കട്ടെ. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിനെയാണ് നിന്നിലേക്ക് നിവേശിപ്പിക്കുന്നത്. ഇന്നെന്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതെങ്കിലും ജീവിതങ്ങളിൽ ശുശ്രൂഷ ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ തോന്നാത്ത അവസ്ഥ, ഈ പരിശുദ്ധാത്മാവിനെ നമ്മളങ്ങോട്ട് ജ്വലിപ്പിക്കുക. അപ്പൊ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് തരുന്ന നാലാമത്തെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ശക്തിപ്പെടുത്തും. വചനം പറയുകയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്നതിലൂടെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിന്തിക്കണം, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ നമ്മെ ശക്തിപ്പെടുത്തുന്നത്, പാപത്തിൽ നിന്ന് വിടുതൽ തരുന്നത്, പാപത്തോട് നോ പറയാൻ നമുക്ക് സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധ്യാനമൊക്കെ കൂടി തീരുമാനമെടുക്കും. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും തീരുമാനമെടുക്കും, ഇനി ഞാൻ പാപം ചെയ്യില്ല എന്ന്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ വീണ്ടും ആ ഫറവോയും കുതിരപ്പട്ടാളവും പിന്നാലെ വരിക, ലൂസിഫർ പിന്നാലെ വരിക. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞുവെങ്കിൽ മാത്രമേ പാപത്തോട് നമുക്ക് നോ പറയാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു അനുഗ്രഹമാണ് മക്കളെ നമ്മെ ശക്തിപ്പെടുത്തും എന്നുള്ളത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നു, നിന്റെ ഉള്ളിലുള്ളവൻ പുറമെയുള്ളവനേക്കാൾ ശക്തനാ. നിന്റെ ഉള്ളിൽ ആരാ? നിന്റെ ഉള്ളില് യേശുവാ. ഈ യേശു ഉണ്ടോ? ചുറ്റും 100 പിശാചുക്കൾ വന്നോട്ടെ, 100 ലൂസിഫറുകൾ വന്നോട്ടെ, ഫറവോനും കുതിരയും പിന്നാലെ വന്നോട്ടെ, എൻ്റെ ഉള്ളിൽ ഒരാൾ മതി. എൻ്റെ ചുറ്റും എത്ര എണ്ണം വന്നു കഴിഞ്ഞാലും എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടോ? എന്നെ ശക്തിപ്പെടുത്തും. പാപത്തോട് നോ പറയാൻ എനിക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണേണ്ട ഒരു വൈവിധ്യ, ആത്മാവ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അനേകം ജീവിതങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ദാരുണമായ അവസ്ഥ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഇന്ന് അനേകം വ്യക്തികൾ അഭിഷേകമില്ലാത്ത അവസ്ഥ, വലിയ സമ്പത്തുണ്ട്, വലിയ സ്ഥാനമാനങ്ങളുണ്ട്, പക്ഷേ കൃപയില്ലാത്ത അവസ്ഥ. ഈ നഷ്ടപ്പെട്ടു പോയ കൃപ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണം. വചനം പറയുന്നു, വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു, ജീവനുള്ളവനാണ് എന്ന് നിന്നെ കുറിച്ച് പറയുന്നു, എന്നാൽ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ അവശേഷിപ്പിച്ചതിനെ ഉത്തേജിപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. പാപത്തോട് നോ പറയാൻ സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകം തന്നെയല്ലേ പ്രാവ്. പ്രാവിൻ്റെ കൂട്ടിൽ പോയി നമ്മൾ കൈയിട്ട് മുട്ടയെടുത്തു കഴിഞ്ഞാൽ പ്രാവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, പ്രാവിൻ്റെ കണ്ണിൽ നിന്ന് 1-2 തുള്ളി കണ്ണീര് വീഴും. എന്നാൽ കാക്കയുടെ കൂട്ടിൽ പോയി കൈയിട്ട, കോഴിയുടെ കൂട്ടിൽ പോയി കൈയിട്ട ഇതല്ല അവസ്ഥ. എന്തുകൊണ്ടാ? പ്രാവിനെ സംബന്ധിച്ചിടത്തോളം പ്രാവിൻ്റെ കണ്ണില് 1-2 തുള്ളി കണ്ണീര് മാത്രം വന്ന് മനുഷ്യരെ കൊത്തില്ലാത്ത. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യ, നാം പാപം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ. ഈ പരിശുദ്ധാത്മാവിന്റെ അവസ്ഥയാ, പരിശുദ്ധാത്മാവ് നമ്മെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല, മറിച്ച് ഈ പരിശുദ്ധാത്മാവ് കരയുക. അതാണ് കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത്. ഇന്നും പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിക്കണം, ആത്മാവ് നിറഞ്ഞ ഒരു ജീവിതം നയിക്കണം, ആത്മാവ് നിറഞ്ഞ ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ഏതെങ്കിലും വ്യക്തികൾ ജീവിക്കുന്ന ശവങ്ങളായി മാറുന്നുണ്ടെങ്കിൽ ആ അവസ്ഥ എനിക്ക് വിട്ടുപേക്ഷിക്കണം. പാപത്തെയും പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും എനിക്ക് പ്രതിരോധിക്കണം. അതുപോലെ തന്നെ പാപം നശിപ്പിക്കുന്ന ആ മേഖല
എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളുണ്ട്. അത് നശിപ്പിക്കേണ്ട മേഖലകളെ നശിപ്പിക്കണം. പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതം എനിക്ക് നയിക്കാൻ സാധിക്കണം. ഉണരേണ്ട സമയത്ത് ഉണർന്നോളും. ഈ ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ.